ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ട്രഡീഷണൽ ജി കെ ഏകദേശം 1327 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് 1500 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പൊളിറ്റിയിൽ നിന്ന് 711 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് 1293 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്കണോമിയിൽ നിന്ന് 803 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു കണക്ക് അനുസരിച്ച് എന്നാൽ പിന്നെ ഞാൻ നാളെ മുതൽ ഹിസ്റ്ററിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അങ്ങനെയല്ല. നമുക്ക് ഈ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഈ സബ്ജക്റ്റിൽ നിന്നെല്ലാം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അനാവശ്യമായിട്ടുള്ള പഠനം ഒഴിവാക്കാൻ പറ്റും, കുറച്ചും കൂടി സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ ഇതേ ആംഗിളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലാസ്റ്റ് ഇയറിലെ ഗ്രൂപ്പ് ഡിക്കും അതുപോലെ തന്നെ റെയിൽവേക്കൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ RRBയുടെ എക്സാമുകൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റിനൊക്കെ ചോദിച്ച GKയുടെ പാറ്റേൺ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡിക്കും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടോപ്പിക്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ പൊളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആർട്ടിക്കിൾസും ഷെഡ്യൂൾസ് അതുപോലെ തന്നെ പാർട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPs അടക്കമുള്ള ആർട്ടിക്കിൾസ് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ്, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾസ്, അങ്ങനത്തെ ആർട്ടിക്കിൾസ് ഒക്കെ വെള്ളം പോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. അത് അതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പോലെ ഫണ്ടമെന്റൽ റൈറ്റും DPSP പോലുള്ള സിമ്പിൾ ആർട്ടിക്കിൾസ് പഠിച്ചിട്ട് പോയാൽ മാത്രം പോരാ. ഇപ്പോഴത്തെ പാറ്റേൺ പ്രകാരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആർട്ടിക്കിളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷിക്കാത്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. ആ ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമെൻമെന്റ്സ് ആണ്. നമുക്കറിയാം 106ഓളം അമെൻമെന്റുകളുണ്ട്. മുഴുവൻ പഠിക്കാൻ പറ്റില്ല. 100ന് ശേഷമുള്ള അമെൻമെന്റുകൾ അങ്ങോട്ട് പച്ചവെള്ളം പോലെ പഠിച്ചേക്കാം. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ 1, 7, 10, 12, 24, 25, 42, 44, 52, അങ്ങനെ 69, 61, 73, 74, 86, 97, 91 ഒക്കെ ചോദിക്കാറുണ്ട്. 89 ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ആ 100 അമെൻമെന്റുകളിൽ ഒരു 10, 20 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റുകളുണ്ട്. അത് ഏറ്റവും ആദ്യം പഠിക്കുക. അത് തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ അതൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇനി ജുഡീഷ്യറി ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബന്ധപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നോക്കി വെച്ചേക്കുക. ഇനി പ്രസിഡന്റ്, ഗവർണർ, CNDG 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ്, പവേഴ്സ്, സിമ്പിൾ ആയിട്ടുള്ളതും ടഫ് ആയിട്ടുള്ളതും രണ്ട് രീതിയിലുള്ള ആംഗിളിലും പഠിച്ചു വെച്ചിട്ട് പോകൂടാ. അടുത്ത ഒരു പുതിയൊരു ട്രെൻഡ് കണ്ടുവരുന്നതാണ് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ. ഇപ്പോൾ ആർട്ടിക്കിൾ 246, 248 അതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് മുഴുവനായിട്ടും പഠിച്ചു വെച്ചോ, അത്യാവശ്യമാണ്. ഇനി എമർജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 352, 356, 366, 60 അല്ലാതെ 352 മുതൽ മുഴുവനായിട്ടും ആ ആർട്ടിക്കിൾസ് പഠിച്ചു വെച്ചോ. കാരണം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ആ രീതിയിലുള്ള ഒരു പാറ്റേണിലായിരുന്നു. ഇനി എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ LPG റിഫോംസ് നമ്മൾ ഒരു മണിക്കൂർ മെനക്കെട്ടാ പഠിച്ചു തീർക്കാൻ പറ്റും. സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഒരു മണിക്കൂർ മെനക്കെട്ടാ പഠിച്ചു തീർക്കാൻ പറ്റും. കാരണം അത്രയേ ഉള്ളൂ. ആംഗിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അത്രയേ ഉള്ളൂ. ആ ആംഗിൾ മനസ്സിലാക്കി മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. 5 ഇയർ പ്ലാൻസ് നമ്മളൊരു ഹാഫ് ഡേ മെനക്കെട്ടാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു അര ദിവസമൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് 12 5 ഇയർ പ്ലാനിലെയും പഠിക്കേണ്ട പോയിന്റുകളെല്ലാം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് RBI മുതൽ NABARD, റീജിയണൽ റൂറൽ ബാങ്ക്, RRB അങ്ങതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി ജിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ റിവേഴ്സ്, ലേക്സ്, ഡാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അഗ്രികൾച്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിയസ് മെത്തേഡ്സ്, അതായത് നമ്മുടെ മിക്സഡ് ക്രോപ്പിംഗ് എന്താണ്, റിലേ ക്രോപ്പിംഗ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് നോക്കി വെച്ചോ ചോദിക്കുന്നുണ്ട്. ക്രോപ്സ്, ഖാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ്, സെയ്ദ് ക്രോപ്സ് ഏതെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി സോയിൽസ്, ടൈപ്പ് ഓഫ് സോയിൽസ് ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ കാണുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെച്ചോ. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെമോഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിന്റെ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി സെൻസസ് ഒക്കെ ഇപ്പോൾ കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ സെൻസസിന്റെ ഡാറ്റയും സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളും കൂടി നോക്കി വെച്ചോ. 2013 സെൻസസ് ഡാറ്റ പ്രകാരമുള്ള ലിറ്ററസി റേറ്റ്, സെക്സ് റേഷ്യോ, പോപ്പുലേഷൻ, എഡ്യൂക്കേഷനിന്റെ ഡാറ്റ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെച്ചേക്കാം. ഈ സാധനങ്ങളെല്ലാം ഞാൻ കുറേശ്ശെ ടോപ്പിക്കായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തായാലും ഞാൻ കുറേശ്ശെ ക്ലാസ് ഇട്ടേക്കാം. ഇനി ട്രാൻസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേസിനേക്കാൾ കൂടുതൽ വാട്ടർ വേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു 10 നാഷണൽ വാട്ടർ വേസ് എന്തായാലും പഠിച്ചു വെച്ചോ, ആവശ്യം വരും. അതുപോലെ മേജർ പോർട്ടുകൾ എന്തായാലും നോക്കി വെച്ചോ. കറണ്ട് അഫയർ വരുന്ന പോർട്ടുകളും ഒന്ന് പഠിച്ചു വെച്ചോ.
ഹിസ്റ്ററിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററി ഇതുവരെ തൊടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതിൽ നിന്ന് എന്തായാലും നമുക്കൊരു 70% പ്രോബബിലിറ്റി ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും. ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IVCയുടെ സൈറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മൗര്യൻ എംപയറിന്റെ കാലഘട്ടം, അത് അശോകൻ അടക്കമുള്ള എംപയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അശോകനൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഗുപ്ത കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗുപ്ത എറ. ഇനി മെഡീവലിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ റിഫോംസ് പഠിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇജാരദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ജിസിയ റീഇമ്പോസ് ചെയ്തത് ആരാണ്, അതുപോലെ തന്നെ അവർ പ്രധാനമായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലാണ്, അങ്ങനത്തെ അവരെന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അത് പണി കഴിപ്പിച്ചതായിക്കോട്ടെ, റിഫോംസ് ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ മെഡീവൽ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വെച്ചോ. അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ആംഗിൾ. അടുത്തത് നമ്മുടെ മോഡേൺ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവോൾട്ട് ഓഫ് 1857 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിയൻ എറയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആയിക്കോട്ടെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു 3-4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. അതല്ലാതെ നിങ്ങൾ പഠിക്കുന്ന ഒരു വലിയ പേജ് നോട്ടൊന്നും പഠിക്കേണ്ട. എക്സാമിന് ചോദിക്കുന്ന ഒരു 3-4 പോയിന്റുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഗവർണർ ജനറൽസ് ആൻഡ് വൈസ് റോയ്സ് ഒന്ന് പഠിച്ചു വെച്ചോടാ, ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോർട്സ് ആസ് യൂഷ്വൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരും അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത പോട്ട് ഉദാഹരണത്തിന് കയാക്കിംഗ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ആർച്ചറി, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത്, അതിൽ ആരായിരുന്നു വിന്നർ. അപ്പോൾ സ്പോർട്സ് നല്ല അരിച്ച് പിറക്കി പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവാർഡ്സ് എന്തായാലും ആസ് യൂഷ്വൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടാവില്ല. സമ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസ്, എസ്പെഷ്യലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ പങ്കെടുത്തുള്ള സമ്മിറ്റ്സും കോൺഫറൻസ് ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിലുള്ള ഇവന്റ് എല്ലാം പഠിച്ചു വെച്ചോളണം. ഇമ്പോർട്ടൻ്റ് ഡേയ്സും തീംസും മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്കാണ്. മേജർ അപ്പോയിന്റ്മെന്റ്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സ്കീംസ് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളേ, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് സ്റ്റാറ്റിക് ജികെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസും ഡാൻസ് ഫോംസും. എന്തായാലും നമ്മളൊരു ഫെയറോ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഡാൻസ് ഫോംസോ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിലൊരു സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തെറ്റും വരാനില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും ഫെസ്റ്റിവൽസും ഡാൻസ് ഫോംസും അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ തന്നെ വേണമെങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി ചില ഫെസ്റ്റിവൽസിന് അറിഞ്ഞിരിക്കണം. ആ ഒരു പോയിന്റും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ലൊക്കേഷൻ മാത്രം പഠിച്ചാൽ പോരാ, എന്തെങ്കിലും ഒരു പ്രത്യേകത അതിനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോളാം. അതുകൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മാത്സിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്സിൽ നമുക്ക് നോക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. നമുക്കിത് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ എടുത്തെടുത്ത് തറോ ആക്കി പഠിച്ചിട്ട് പോകട്ടെ. അതിപ്പോൾ പെർസെൻറ്റേജ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ആവറേജ്, മെൻസുറേഷൻ, പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാത്സിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് കാൽക്കുലേഷൻസ് കൂടും. അപ്പോൾ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നതല്ലാണ്. കാരണം ഈ കഴിഞ്ഞ RRB ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം നമുക്ക് കുറച്ചധികം കാൽക്കുലേഷൻസും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റി. അപ്പോൾ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ മാത്സിന്റെ സ്പീഡ് കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വെച്ചോ. ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനലോഗി, അതുപോലെ തന്നെ സീരീസ്, സില്ലോജിസം, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രാം, ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഡയറക്ഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഈ റീസണിങ്ങിന്റെ കാര്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഈസി അല്ലായിരുന്നു സോൾവ് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ്. അതായത് നോർമലി നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും ഒരു പടി മുകളിലായിരുന്നു പാറ്റേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് വെച്ചോടാം. ഇനി ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഷൻ, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ തന്നെ വർക്ക്, പവർ, എനർജി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, സൗണ്ടിലാണെങ്കിൽ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയററ്റിക്കലും മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ്, അതുപോലെ തന്നെ അത് റെസ്പിറേറ്ററി സിസ്റ്റം ആയിക്കോട്ടെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിക്കോട്ടെ, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ആൻഡ് ടിഷ്യൂസ്, ഡിസീസസ് ആൻഡ് ഇമ്മ്യൂണിറ്റി, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് സ്ട്രക്ചർ, വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി, ഹ്യൂമൻ ബോഡിയുടെ ബേസിക് ഫാക്റ്റുകൾ, ഇത്രയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു 80% സാധനങ്ങൾ ഇതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഇത് ഫോക്കസ് ചെയ്ത് പഠിച്ചതിന് ശേഷം വേറെ ടോപ്പിക്കുകളിലേക്ക് പോവാം. ഇനി കെമിസ്ട്രിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആസിഡ്, ബേസ്, സോൾട്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, കോമൺ കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ വാഷിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ, അങ്ങനത്തെയൊക്കെ സെപ്പറേഷൻ ടെക്നിക്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയിൽ നിന്ന് നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എടാ ഈ രീതിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു
3 മാസം കൊണ്ട് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തു. കാരണം ഈ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. മാക്സിമം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തെടുക്കാം, അതായത് ഒരു 85+ എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മുടെ ക്രാഷ് ബാച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രാഷ് ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ മുന്നിൽ പഠിക്കാനുള്ള സമയമുണ്ട്. നിങ്ങളൊക്കെ ക്ലാസ്സസ് ഒക്കെ റെഡിലി അവൈലബിൾ ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ആ ഒരു ക്ലാസ്സിലുള്ള പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാച്ചുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫ്രീ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ഈ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്തിടാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടെ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടന്റ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഈ ഒരു ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ടോ, കാരണം നിങ്ങൾക്ക് ആവശ്യം വരും. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോ. നമുക്ക് ആ ഒരു മോട്ടിവേഷനും ഫയറും വിട്ട് കളയരുത്. ഇനി ഇപ്പം തുടങ്ങിയാലും ശരി, ആ തുടങ്ങുന്നത് പക്കയായിട്ടായിരിക്കണം. ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാലും ശരി, ആ തുടങ്ങുന്നെങ്കിൽ ആ ഫയറോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങൾ ജയിച്ചിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.